ഒരു വേശ്യ സ്ത്രീ എന്നോട് പറഞ്ഞ സംഭവമാണ്. ഒരാൾ എന്നെ വിളിച്ചു വേശ്യാവൃത്തിക്കായിട്ട്. വിളിച്ചു കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ 3 പേരുണ്ടായിരുന്നു. അവർ ചെയ്ത് എന്നെ നഗ്നയായിട്ട് കിടത്തി ചുറ്റും മുല്ലപ്പൂ വിതറി. അതിനുശേഷം അവർ മാറി മാറി ലൈംഗിക ബന്ധം പുലർത്തി. ലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വൈകൃതങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മദ്യം കഴിച്ചു കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് തോന്നുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന മാനസിക അവസ്ഥ, അതിൽ നിന്നുണ്ടാകുന്ന തിന്മയിലേക്കുള്ള ആസക്തി, തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം നമ്മൾ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലുള്ള വൈകൃതങ്ങൾ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. സമൂഹത്തിന് ലോകത്തിൽ ലൈംഗികതയും മദ്യപാനവും എല്ലാം അനാദികാലം മുതലുണ്ട്. മനുഷ്യൻ്റെ ആരംഭം മുതലുള്ളതാണ് ഇങ്ങനെയുള്ള വൈകൃതങ്ങൾ. ആ വൈകൃതങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ഉള്ള ശക്തമായ ബോധവൽക്കരണം വേണം, പ്രാർത്ഥനാ ചൈതന്യം വേണം, തിന്മയിൽ നിന്ന് മോചനം കിട്ടാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം വേണം. എന്തിനാണ് ജീവിക്കുന്നത്? ദൈവസന്നിധിയിൽ എത്തുവാനാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത് എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ അലട്ടണം. അപ്പോൾ ഇങ്ങനെയുള്ള തിന്മകളിൽ നമുക്ക് മോചനം നേടാൻ സാധിക്കും. കർത്താവേ, ലൈംഗിക വൈകൃതങ്ങളുള്ള വ്യക്തികളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ അനുഭവം വായിക്കുമ്പോൾ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകേണ്ട ചിന്ത ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദൈവം തന്നിട്ടുള്ള ലൈംഗികതയും ധാർമ്മിക മൂല്യങ്ങളും പാലിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.